മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം വളരെ പ്രധാനപ്പെട്ട അധ്യായങ്ങളിൽ ഒന്നാണിത്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം. മത്തായിയുടെ സുവിശേഷത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. 5 പ്രധാനപ്പെട്ട പ്രഭാഷണങ്ങളുണ്ട് യേശുവിൻ്റെത്. 5 പ്രധാനപ്പെട്ട ഡിസ്കോഴ്സസ്, 5 പ്രധാനപ്പെട്ട നരേറ്റീവ്സ്, 5 പ്രധാനപ്പെട്ട പ്രഭാഷണങ്ങൾ. കർത്താവിന്റെ 5 പ്രസംഗങ്ങൾ ഇതിനകത്തുണ്ട്. ദീർഘമായ പ്രസംഗങ്ങൾ, ചെറിയ പ്രഭാഷണങ്ങളല്ല, ദീർഘമായ. അതിലെ ഒരു പ്രഭാഷണം നമ്മൾ പഠിച്ചു. ഏതാണത്? മലയിലെ പ്രസംഗം. അത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം, 5, 6, 7 അധ്യായങ്ങളിലായിട്ട് പടർന്നു കിടക്കുന്ന യേശുവിന്റെ പ്രഭാഷണം. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അതാണ് പുതിയ നിയമത്തിൽ മത്തായിയുടെ സുവിശേഷത്തിലെ ഒരു പ്രഭാഷണം. രണ്ടാമത്തെ പ്രഭാഷണമാണ് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 11-ാം അധ്യായം 1 വരെ. 10-ാം അധ്യായം 1 മുതൽ 11-ാം അധ്യായം 1 വരെ രണ്ടാമത്തെ പ്രസംഗമാണ്. ഇങ്ങനെ 5 പ്രസംഗങ്ങൾ കർത്താവ് നടത്തുന്നുണ്ട്. ദീർഘമായ പ്രഭാഷണങ്ങളാണ്. ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കാമോ? മർക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവിന്റെ പ്രഭാഷണങ്ങൾ കുറവാണ്. മത്തായിയാണ് സത്യത്തിൽ കർത്താവിന്റെ പ്രസംഗങ്ങൾ, കർത്താവിന്റെ ആ വാക്കുകൾ, കർത്താവിന്റെ പ്രവൃത്തികളെക്കാൾ അധികം കർത്താവിന്റെ വാക്കുകളാണ് ഈ മത്തായിയുടെ സുവിശേഷത്തിൽ കൂടുതലും. പിന്നീട് യോഹന്നാനാണ് അതുപോലെ യേശുവിന്റെ വാക്കുകൾ വിവരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ വചനം എന്ന് നിഷ്കൃഷ്ടമായ അർത്ഥത്തിൽ, കൃത്യമായ അർത്ഥത്തിൽ, അതിന്റെ ഏറ്റവും കൃത്യമായ അർത്ഥത്തിൽ ദൈവത്തിന്റെ വചനം എന്ന് പറയാവുന്നതാണിത്. കാരണം ഈശോ തന്നെ പറഞ്ഞ വാക്കുകളാണിതെല്ലാം. അതുകൊണ്ട് ഈ 10-ാം അധ്യായം മുഴുവൻ കർത്താവിന്റെ തന്നെ വാക്കുകളാണ്. അതുകൊണ്ട് ദാറ്റ് ഈസ് ഗോഡ്സ് വേർഡ് ഇൻ ദ പ്രോപ്പർ സെൻസ്. ദൈവത്തിന്റെ അത് ഏറ്റവും കൃത്യമായ അർത്ഥത്തിൽ ദൈവത്തിന്റെ വചനമാണ് നമ്മൾ ഈ വായിക്കാൻ പോകുന്ന മുഴുവൻ. ഈശോ നേരിട്ട് പറഞ്ഞത് തന്നെയാണ്. അതുകൊണ്ട് ഈശോയുടെ വായിൽ നിന്ന് നേരിട്ട് വന്ന വാക്കുകൾക്ക് ഡയറക്റ്റ് സ്പീച്ചാണ്. അതിന് ഭയങ്കര പവറുണ്ട്. അതുകൊണ്ട് ഓരോ വാക്കും ശ്രദ്ധിക്കണം. അതെല്ലാം വായിക്കും നമ്മൾ. ഇത് ഡയറക്റ്റ് അഡ്രസ് ആണ്. കർത്താവ് തന്നെ നേരിട്ട് പറയുന്ന കാര്യങ്ങളാണ്. നേരിട്ട് പറയുന്ന ആ അഡ്രസ്സിന്റെ, ആ വാക്കുകൾക്ക് ഭയങ്കര പവറുണ്ട്. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. മത്തായി 8:16 ഇങ്ങനെയാണ് പറയുന്നത്, അവിടുന്ന് വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഈ ഡയറക്റ്റ് സ്പീച്ച്, ദൈവത്തിന്റെ, കർത്താവിന്റെ നേരിട്ടുള്ള ആ നേരെയുള്ള വചനം, അത് കേൾക്കുമ്പോൾ രോഗം സുഖപ്പെടും, അശുദ്ധാത്മാക്കൾ പുറത്തു പോകും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ 5 പ്രഭാഷണങ്ങളിലെ രണ്ടാമത്തേതാണിത്. ഇനി അതിന്റെ കാര്യങ്ങളൊക്കെ പറയാൻ പോയ ഒത്തിരി ഉണ്ട്. ഒരു കുഞ്ഞു സൂചന മാത്രം പറയാം. എന്തുകൊണ്ടാണ് ഈ 5 പ്രഭാഷണങ്ങൾ മത്തായി ഇങ്ങനെ കൃത്യമായിട്ട് അതിനെ അടുക്കി വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, പഴയ നിയമത്തിലെ 5 നിയമപുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. പഞ്ചഗ്രന്ഥി, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ, സംഖ്യ, നിയമാവർത്തനം. മത്തായി യഹൂദന്മാരെയാണ് ഉദ്ദേശിച്ചാണ് ഈ സുവിശേഷം എഴുതുന്നത്. അതുകൊണ്ട് മത്തായി സുവിശേഷം പറയുകയാണ്, പഴയ നിയമത്തിലെ 5 പുസ്തകങ്ങൾക്ക് പകരമായി ഇതാ പുതിയ നിയമത്തിലെ ക്രിസ്തുവിന്റെ 5 പ്രഭാഷണങ്ങൾ. അതാണ് അതിന്റെ ലോജിക്ക്. അത് പോട്ടെ. അപ്പോൾ അങ്ങനെ ഈശോ തന്റെ ശിഷ്യന്മാരെ വിളിച്ച് അവരോട് സംസാരിക്കുകയാണ്. ഇതിന്റെ പശ്ചാത്തലം ഇതാണ്. ശ്രദ്ധിക്കാമോ? പശ്ചാത്തലം ഇങ്ങനെയാണ്. അവൻ ശിഷ്യന്മാരെ തൊട്ടടുത്ത ഗ്രാമങ്ങളിലേക്ക് അയക്കുകയാണ്. ഈ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്ന 2 വാക്കുകൾ ഇതാണ്. 1 ശിഷ്യൻ, 2 അപ്പസ്തോലന്മാർ. 1 ശിഷ്യൻ, 2 അപ്പസ്തോലൻ. 1 ഡിസൈപ്പിൾ, 2 അപ്പോസൽ. ഡിസൈപ്പിൾ, അപ്പോസൽ, ശിഷ്യൻ, അപ്പസ്തോലൻ. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം വരെ ഇവരെല്ലാം ശിഷ്യന്മാരാണ്. യേശുവിന്റെ കൂടെ ഇരുന്ന് പഠിക്കുകയാണ്. എല്ലാം ഇങ്ങനെ ഇരുന്ന് പഠിച്ച് കേട്ട് കണ്ട് ഇപ്പൊ അവർ അയക്കപ്പെടുകയാണ്. അതുകൊണ്ട് അയക്കപ്പെടണമെങ്കിൽ ആദ്യം ശിഷ്യനാവണം. കർത്താവിന്റെ പാദാന്തികത്തിൽ ഇരുന്ന് പഠിച്ചിട്ടേ അയക്കപ്പെടാൻ പറ്റൂ. വെപ്രാളപ്പെടരുത്. എനിക്ക് 30 വയസ്സായതുകൊണ്ട് എനിക്കൊരു മിനിസ്ട്രി ഇതുവരെ ആയിട്ടില്ല എന്ന് പറയരുത്. മിനിസ്ട്രി ആദ്യം ശിഷ്യനായിട്ടേ തരൂ. അപ്പൊ അതുകൊണ്ട് ആദ്യം ശിഷ്യത്വപ്പെടുത്താനുള്ള അനുഭവങ്ങളെല്ലാം ആദ്യം ദൈവം തരും. അങ്ങനെ ശിഷ്യന്മാരായിട്ട് അയക്കുകയാണ്. അപ്പസ്തോലന്മാരായിട്ട് അയക്കുകയാണ്. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി വായിച്ചോളുക. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ ഉച്ചത്തിൽ വായിക്കാം. അവൻ തന്റെ 12 ശിഷ്യന്മാരെ വിളിച്ച്
അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി. ആ 12 അപ്പോസ്തലന്മാരുടെ പേര് നിങ്ങൾ തന്നെ വായിച്ചാൽ മതി. അവൻ 12 ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി. ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിക്കണം. അപ്പോസ്തലന്മാർക്ക് ഈശോ നൽകിയ ആദ്യത്തെ അധികാരം എന്തിനുള്ള അധികാരമാണ്? അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനുള്ള അധികാരമാണ്. അപ്പോസ്തലന്മാർക്ക് ഈശോ നൽകിയ ആദ്യത്തെ അധികാരം അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനുള്ള അധികാരമാണ്. ഈ ആത്മീയ പോരാട്ടത്തിൽ നമുക്കെതിരെ നിൽക്കുന്നത് മനുഷ്യരല്ല, പിശാചുക്കളാണ്. ഇത് അറിഞ്ഞിരിക്കണം. അതാണ് എഫെസോസ് 6:10 മുതലുള്ള വചനങ്ങൾ. നമ്മുടെ പോരാട്ടം മാംസത്തോടും രക്തത്തോടും അല്ല. അതുകൊണ്ട് എപ്പോഴും ദൈവമക്കൾ ഇത് അറിഞ്ഞിരിക്കണം. അതായത് നമ്മുടെ ഓരോരുത്തരുടെയും പോരാട്ടം മനുഷ്യരോടല്ല, മറിച്ച് പിശാചിനോടാണ് നമ്മുടെ പോരാട്ടം. അതുകൊണ്ട് നമ്മുടെ ശത്രു എന്ന് പറയുന്നത് മനുഷ്യനല്ല, പിശാചാണ്. എപ്പോഴും ഓർത്തിരിക്കണം. എന്ത് ക്രൈസിസ് വന്നാലും അതിന്റെ പിന്നിൽ സാത്താനാണെന്ന് ഓർത്തോണം. അതിന്റെ പിന്നിൽ മനുഷ്യരല്ല, നമ്മൾ കാണുന്ന വ്യക്തികളല്ല, അതിന്റെ പുറകിൽ പിശാചാണ്. അതുകൊണ്ട് പിശാചുമായിട്ടാണ് നമ്മുടെ യുദ്ധം. അതുകൊണ്ട് അപ്പോസ്തലന്മാർക്ക് കർത്താവ് നൽകിയ അധികാരം സാത്താനെതിരെയുള്ള അധികാരമാണ്, അശുദ്ധാത്മാക്കൾക്കെതിരെയുള്ള അധികാരമാണ്. രണ്ടാമത്തേത്, എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി. എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി. ഇവിടെയാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ബൈബിളിൽ നോക്കണ്ട, എന്നെ നോക്കൂ. പൗരോഹിത്യത്തിന്റെ ഒരാശീർവാദത്തിന് അശുദ്ധാത്മാക്കളെ നീക്കിക്കളയാനും രോഗം സുഖപ്പെടുത്താനുമുള്ള ശക്തിയുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കണം. അതായത് കർത്താവ് തന്റെ അപ്പോസ്തലന്മാർക്ക് ഈ അധികാരം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ അധികാരം ഇന്ന് സഭയിലൂടെ കൈവപ്പിലൂടെ ഇടമുറിയാതെ പകരപ്പെട്ട് ആരെങ്കിലും ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റൊരു വെളിപാടുണ്ടായി കൈവച്ചതല്ല. 2000 വർഷത്തെ ആ സഭയുടെ പാരമ്പര്യത്തിൽ തുടർച്ചയായി ഒരു അപ്പസ്തോലനിൽ നിന്ന് മറ്റൊരു അപ്പസ്തോലനിലേക്ക് ഇങ്ങനെ കൈവപ്പ് കൈമാറി അതിന്ന് ഈ വർഷം പട്ടം കിട്ടിയ അച്ഛന്മാർക്ക് വരെ അതിങ്ങനെ കൈമാറി കിട്ടിയിരിക്കും. അതുകൊണ്ട് എന്താ വിചാരിക്കേണ്ടതെന്നറിയാമോ? വിശ്വസിക്കേണ്ടത് ഈ പൗരോഹിത്യത്തിന്റെ ഒരധികാരത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് ദൈവം സ്ഥാപിച്ച ഒരു സംവിധാനമാണ്. വെറുതെ വെള്ളയിട്ട് നടക്കുന്നതല്ല ഇത്. ഇപ്പൊ നിങ്ങൾ ബൈബിൾ പഠിച്ചു തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ദൈവം ഉൽപ്പത്തി മുതൽ ഇതിനെ ഇങ്ങനെ ക്രമീകരിച്ച് കൊണ്ടിരിക്കുകയാണ്. പൗരോഹിത്യം സ്ഥാപിക്കുന്നു, ആദ്യത്തെ പൗരോഹിത്യം ദൈവം നീക്കിക്കളയുന്നു, അതിനുശേഷം നിത്യപുരോഹിതനായ യേശുവിന്റെ പൗരോഹിത്യം ഉണ്ടാവുന്നു. ആ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്ന ക്രിസ്തീയ പൗരോഹിത്യം, ആ യേശുവിന്റെ പൗരോഹിത്യത്തിന്റെ പങ്കാളികളായി മാറിയ ക്രിസ്തുവിന്റെ പുരോഹിതന്മാർ, അപ്പസ്തോലന്മാർ, ശിഷ്യന്മാർ, പ്രസ്ബിറ്റേഴ്സ്, ശ്രേഷ്ഠന്മാർ, അതൊക്കെയാണ് ഈ അപ്പസ്തോലൻ, മെത്രാന്മാർ, വൈദികന്മാർ. അപ്പൊ ഈ സഭയുടെ സംവിധാനത്തെ നമ്മൾ സ്നേഹിക്കണം. മനസ്സിലായോ? സഭാ സംവിധാനത്തെ. അതായത് നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? നിങ്ങൾ വന്ന് അപ്പൊ ഒരച്ഛൻ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ പറയുന്നത് വളരെ ഗൗരവമായിട്ട് എടുക്കണം. നിങ്ങൾ ആ രൂപതയിലെ മെത്രാന്റെ അടുത്ത് പോകണം. നിങ്ങൾ വിചാരിക്കും, അയ്യോ ഞങ്ങൾക്ക് ഒരു അഡ്മിഷന് വേണ്ടി പോയിട്ട് കാണാൻ പറ്റിയില്ല, ജോലിക്ക് വേണ്ടി പോയിട്ട് കാണാൻ പറ്റിയില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് പിതാവേ, ഞങ്ങൾക്കൊരു രോഗമുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു പൈശാചിക പീഡയുണ്ട്, അച്ഛന്മാരൊന്നും പ്രാർത്ഥിച്ചിട്ടത് ശരിയാവുന്നില്ല, അതുകൊണ്ട് പിതാവ് ഒന്ന് പ്രാർത്ഥിക്കണം, അരമന ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, ഒന്ന് ആശീർവദിച്ചാൽ മതി. അങ്ങനെ നിങ്ങൾ അരമനകൾ കയറി ഇറങ്ങണം. എന്റെ അഭിപ്രായം അതാണ്. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ഒരൊറ്റ പിതാവിനെയും വെറുതെ വിടരുത്. മനസ്സിലായോ? എന്തുകൊണ്ടാണ് പിതാക്കന്മാര് നിങ്ങളെ കാണുമ്പോൾ ഓടുന്നറിയാമോ? നിങ്ങൾ ജോലിക്ക് അഡ്മിഷനും പോകുന്നോണ്ടാണ്. മനസ്സിലായി? അതുകൊണ്ടാണ് അവര് നിന്ന് തരാത്തത്. എന്നാൽ നിങ്ങൾ പറയുകയാണ് ഞങ്ങൾക്കൊരു ആശീർവാദം വേണം. എനിക്കറിയാവുന്ന തിരുവനന്തപുരത്തെ ഒരു ശുശ്രൂഷകൻ ക്ഷയരോഗിയായിരുന്നു ഈ മനുഷ്യൻ. ഒരു ദിവസം ഒരു തീരപ്രദേശത്തെ പള്ളിയിൽ സൂസേപ്പാക്യം പിതാവ് തീരപ്രദേശത്തെ ഒരു പള്ളി വന്നപ്പോ അദ്ദേഹം എന്ത് ചെയ്തു? ഈ പ്രൊസഷന്, ഇദ്ദേഹം കുടിയനാണ്, പ്രൊസഷന് എല്ലാവരുടെയും കൂടെ പോകാൻ മടിയായതുകൊണ്ട് പിതാവാണ് ഏറ്റവും പുറകെ പോകുന്നത്.
പിതാവ് പോയതിന്റെ പുറകെ പിതാവ് നടന്നു പോയ ആ കാൽപ്പാട് നോക്കിയിട്ട് അതിലെ ഇദ്ദേഹം ആ കാൽപ്പാടിൽ തന്നെ ഇയാളുടെ കാല് വെച്ച് നടന്നു പോയി. അദ്ദേഹത്തിന്റെ ടെസ്റ്റിമണിയാണ് ഞാൻ പറയുന്നത്. ജീവിതകാലം മുഴുവൻ ക്ഷയരോഗിയായിരുന്ന മനുഷ്യൻ അന്ന് ആ ക്ഷയരോഗം വിട്ടുപോയി. പിന്നെ ഇന്ന് വരെ ആ രോഗം ഉണ്ടായിട്ട്. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. അതായത് അപ്പസ്തോലിക സഭയിലെ അപ്പസ്തോലന്മാർക്ക് ദൈവം നൽകിയ അധികാരങ്ങളിൽ ഒന്നാണിത്. ഇതെനിക്കൊരു അനുഭവമുണ്ട്. ഞാൻ ഒരു സ്ഥലത്ത് ഒരു ദേവാലയത്തിൽ ശുശ്രൂഷയ്ക്ക് പോകുമായിരുന്നു. അവിടുത്തെ വികാരി അച്ഛനോട് എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കടപ്പാടുള്ളത് കൊണ്ടാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. ഞാൻ ചെല്ലുമ്പോൾ 4 പേര് 10 പേര് 15 പേര് ഒക്കെയാണ് അവിടെ ഉള്ളത്. ഞാൻ മടുത്തു. ഇവിടുന്ന് നമ്മൾ പെടാപ്പാട് പെട്ട് ഓടി അവിടെ ചെല്ലുമ്പോൾ 15 പേര് 20 പേര്. അങ്ങനെ ഇരിക്കുമ്പോൾ കൂട്ടായ്മയിൽ ഒരാൾക്ക് ഇങ്ങനെ സന്ദേശം കിട്ടി. അതായത് ആ സ്ഥലത്ത് ഒരു ദൈവജനം വരാത്ത ഒരു ബന്ധനം കിടപ്പുണ്ട്. ഒരു പൗരോഹിത്യവുമായി ബന്ധപ്പെട്ട ഒരു ബന്ധനമാണ്. എന്തോന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. അത് മെത്രാൻ വന്ന് വിടുവിച്ച് പ്രാർത്ഥിച്ചാൽ ആ കെട്ടഴിയ ആള് വരും. അപ്പൊ ഞാനിത് വികാരിച്ചനോട് പറഞ്ഞു. വികാരിച്ചന് ഞാൻ പറഞ്ഞുകൊണ്ടാണ് വലിയ വിശ്വാസം വന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോ സാക്ഷാൽ നായ്ക്കമ്പറമ്പിൽ അച്ഛൻ അവിടെ ഒരു കൺവെൻഷൻ വന്നു. കൺവെൻഷൻ വന്നപ്പോ നായ്ക്കമ്പറമ്പിൽ അച്ഛൻ പറഞ്ഞു, ഇവിടെ ആള് വരാത്തൊരു കെട്ടുണ്ട്, അത് മെത്രാൻ വന്ന് പ്രാർത്ഥിച്ച അഴിയെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞു, നീ പറഞ്ഞത് സത്യമായിരുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കാലാന്തരങ്ങളിൽ ഇതെല്ലാം വെളിപ്പെടും. ഞാനൊരു കാലത്ത് പറഞ്ഞതൊക്കെ സത്യമായിരുന്നു. എന്ത് ചെയ്യുന്നറിയാമോ? ക്ലിമിസ് പിതാവിനോട് പറഞ്ഞു. പിതാവ് ചെന്നിട്ട് പ്രാർത്ഥിച്ചു. എന്താ ഇന്നത്തെ അവസ്ഥ എന്നറിയാമോ? ഇഷ്ടം പോലെ ആള് വരാൻ തുടങ്ങി. ഇഷ്ടം പോലെ. ആ കെട്ട് അഴിഞ്ഞു. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. സഭയുടെ അപ്പസ്തോലിക അധികാരത്തിൽ നമ്മൾ വിശ്വസിക്കണം. നിങ്ങൾ യൂട്യൂബിൽ കിടപ്പുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു ഉമ്മ കൊടുത്തപ്പോ ഒരു രോഗി സൗഖ്യപ്പെട്ടു. ഒരു ഉമ്മ കൊടുത്തേ. അതായത് ആ പൗരോഹിത്യത്തിന് നമ്മളിപ്പോ എന്തെന്നറിയാം, നമ്മൾ ഈ സകല ആവശ്യമില്ലാതെ വഴിയെ പോകുന്നവരെല്ലാം പറഞ്ഞ് കേട്ട് നമുക്ക് ഇതിലൊന്നും വിശ്വാസം ഇല്ലാതായി. ചാനലുകൾ പറയുന്ന കേട്ട് നമുക്കിതിലൊന്നും വിശ്വാസം ഇല്ലാതായി. നിങ്ങളിത് വിശ്വസിക്കണം. അതായത് അച്ഛൻ ഒരു ബ്ലെസ്സിങ് താച്ച ഇത് ശരിയാവുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. അങ്ങനെ എത്രയോ പേര് ഇവിടെ എത്തുന്നുണ്ടെന്നറിയാം. എത്രയോ പേര്. എന്തോരം കാര്യങ്ങളാണ് നടക്കുന്നത്. നമ്മൾ ആ മേഖല അധികം പ്രൊമോട്ട് ചെയ്യാത്തത് കൊണ്ടാണ് പറയാത്തത്. എന്തോരം കാര്യങ്ങളാണ് നടക്കുന്നത്. അതായത് ഒരു ആശീർവാദം വാങ്ങിച്ചിട്ട് പോവാണ്. ആ ആശീർവാദം ഒരു കെട്ടഴിക്കും. ഇത് അപ്പസ്തോലന്മാർക്ക് കർത്താവ് നൽകിയ അധികാരമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ ചെയ്യേണ്ടതെന്നറിയാമോ? ഈ ആശീർവാദം അത് വിശ്വസിച്ച് സ്വീകരിക്കണം. വിശ്വാസത്തോടെ ഈ ആശീർവാദം സ്വീകരിക്കണം. അപ്പോൾ കർത്താവ് തന്നെ തരുന്നതാണ്. ഇതിങ്ങനെ ഒരു കുരിശാണ് ഇങ്ങനെ വരയ്ക്കുന്നത്. പക്ഷെ അതിന്റെ പവർ നിങ്ങൾക്കറിയാം. ഹൃദയം തുറന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് സഭയ്ക്ക് കർത്താവ് നൽകിയ അധികാരമാണ്. അവൻ തന്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി. അതുകൊണ്ട് യാക്കോബ് 5:15 പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളിൽ ആരെങ്കിലും രോഗിയായാൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ. ശ്രേഷ്ഠൻ കേട്ടോണം നിങ്ങൾ. ശ്രേഷ്ഠൻ ഇംഗ്ലീഷ് എൽഡർ. ശ്രേഷ്ഠൻ അതിന്റെ ഇംഗ്ലീഷ് എൽഡർ. അതിന്റെ ഗ്രീക്ക് പ്രസ്ബിറ്റർ. പ്രസ്ബിറ്ററി എന്ന് കേട്ടിട്ടുണ്ടോ? അച്ഛന്മാര് താമസിക്കുന്ന വൈദിക മന്ദിരത്തിന്റെ പേരാണ് പ്രസ്ബിറ്ററി. ഈ പ്രസ്ബിറ്റർ എന്ന വാക്കിൽ നിന്നാണ് ഇംഗ്ലീഷിലെ പ്രീസ്റ്റ് എന്ന വാക്ക് വന്നത്. പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അച്ഛനെ വിളിക്കട്ടെ. പിടികിട്ടിയോ? നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ നിങ്ങളുടെ ഇടവകയിലെ അച്ഛനെ വിളിക്കട്ടെ. അച്ഛൻ വന്നിട്ട് തൈലം പൂശി പ്രാർത്ഥിക്കട്ടെ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോ കർത്താവ് വിശ്വാസത്തോടുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. അപ്പൊ ഇതെല്ലാം വിശ്വസിക്കണം. അപ്പൊ ആ അസുഖം വരുമ്പോ ആദ്യം കിംസിൽ അപ്പോയിന്റ്മെന്റ് എടുക്കാതെ ഒരച്ഛനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം. അസുഖമാണ്, പ്രാർത്ഥിക്കണം. ഇത് ഇങ്ങനെ പറഞ്ഞാൽ മതി. അച്ഛൻ ഈ അധികാരം പവർ കിടക്കല്ലേ.
പവർ കിടക്കുന്നുണ്ട്. ഇപ്പോ ഇവിടെ വന്നിട്ട് DGP വന്നിട്ട് ഇങ്ങനെ കാണിച്ചാൽ മതി, പവർ കിടക്കല്ലേ, അപ്പോഴേ പോകും. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ചിലപ്പോ പോവായിരിക്കും, അങ്ങനെയൊന്നും വിചാരിച്ചു വരരുത്. ഇത് എപ്പോഴും മിറക്കിൾ സംഭവിക്കുന്നത് ദൈവജനം ഈ കാര്യങ്ങളിൽ വിശ്വസിക്കണം. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ ഒന്ന് കാല് കുത്തിയാൽ മതി, ഒന്നും ചെയ്യണ്ട, അച്ഛൻ ഒന്ന് കാല് ചവിട്ടിയാൽ മതി, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും പുണ്യം ഉണ്ടായിട്ടല്ല, അത് അവര് വിശ്വസിക്കുകയാണത്. ആ കാല് ചവിട്ടിയാൽ മതി, അത് ശരിയാണ്, അതാ വിശ്വാസമാണ്. സഭയുടെ സംവിധാനങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കണം. വലതുകരമുയർത്തി ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അവൻ തന്റെ 12 അപ്പസ്തോലന്മാരെ വിളിച്ച് അവർക്ക് അധികാരം കൊടുത്തു. അധികാരമാണിത്, ഇത് അതോറിറ്റി. ലൂക്ക പറയുന്നുണ്ട് അധികാരവും ശക്തിയും കൊടുത്തു. അധികാരം മാത്രമല്ല, പവറും കൊടുത്തു. അതോറിറ്റി ആൻഡ് പവർ, ഇത് സഭയ്ക്ക് നൽകപ്പെട്ട അധികാരമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, പൗരോഹിത്യത്തോട്, വൈദികരോട്, സഭയോട്, ഇടവകയോട്, വിശുദ്ധ കുർബാനയോടൊക്കെ ചേർന്ന് നിൽക്കണം. നമ്മൾ സേഫ് ആയിരിക്കും. എപ്പോഴും ഈ ആശീർവാദമൊക്കെ സ്വീകരിക്കണം, ഒരു പ്രാർത്ഥന സ്വീകരിക്കണം. എപ്പോഴും ഒത്തിരി സമയമെടുത്തൊന്നും പ്രാർത്ഥിച്ചില്ലേ പോലും, ഒന്ന് കൈവച്ചാൽ പോലും അതൊരു നല്ല ആശീർവാദമാണ്. അതെല്ലാം സ്വീകരിക്കാൻ ദൈവമക്കള് തയ്യാറാവണം. ഇനി വായിക്കാം വാക്യം 5. ഈ 12 പേരെയും യേശു ഇപ്രകാരം ചുമതലപ്പെടുത്തി അയച്ചു. 12 പേരെ കർത്താവ് അയക്കുകയാണ്. എങ്ങോട്ടാണ് അയക്കുന്നത്? അവരെ അയക്കുന്നത് ഈ തൊട്ടടുത്തുള്ള പട്ടണങ്ങളിലേക്ക് അയക്കുകയാണ്. എന്തിനാണ് അയച്ചത്? ഇങ്ങോട്ട് നോക്കിയേ. അയച്ചത് ഈശോ ചെല്ലുന്നതിന് മുമ്പ് അവിടെ ചെന്ന് കർത്താവിന്റെ വഴി ഒരുക്കാനാണ് ഈ ശിഷ്യന്മാരെ വിടുന്നത്. അതായത് അവിടെ ചെന്നിട്ട് ഇവർ പറയും, ഈശോ ഇങ്ങനെ മനുഷ്യപുത്രൻ അവതരിച്ചിട്ടുണ്ട്, ഈശോ അവതരിച്ചിട്ടുണ്ട്, മിശിഹ അവതരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവൻ വരും, അവൻ വന്ന് നിങ്ങളെല്ലാം ദൈവരാജ്യത്തെ കുറിച്ച് പഠിപ്പിക്കും, രോഗങ്ങൾ സുഖപ്പെടുത്തും. ഇതെല്ലാം പറഞ്ഞ് ഈ കൺവെൻഷന്റെ ഒരുക്കം നടത്താനായി വിടുന്നത്. ഈ 2 പേരായിട്ട് വിടുകയാണ്. മധ്യസ്ഥ പ്രാർത്ഥനക്കാരെ വിടുന്ന പോലെ നേരത്തെ വിടുകയാണ്. അങ്ങനെ ഈ 12 പേരെയും യേശു ഇപ്രകാരം ചുമതലപ്പെടുത്തി അയച്ചു. നിങ്ങൾ, ഒന്നാമത്തെ കാര്യം, നിങ്ങൾ വായിച്ചോ, വിജാതീയരുടെ അടുത്തേക്ക് പോകരുത്, സമറിയാക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കരുത്, പ്രത്യുത ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് പോകുവിൻ. ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ വിജാതീയരുടെ അടുത്തേക്ക് പോകരുത്, നിങ്ങൾ സമറിയാക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കരുത്. വിജാതീയര്, സെമി വിജാതീയര് ഒടങ്ങും പോകരുത്, മറിച്ച് ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമേ പോകാവൂ. ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോൾ എല്ലാ ഭാഗങ്ങളും വായിക്കാതെ വ്യാഖ്യാനിച്ചാൽ അപകടം ഉണ്ടാവും. ഇപ്പൊ ഒരാള് ബൈബിൾ തുറന്ന് ഇത് മാത്രമേ വായിക്കുന്നുള്ളൂ വിചാരിച്ചു, അപ്പൊ അയാൾ പറയും യേശു പറഞ്ഞിട്ടുണ്ട് വിജാതീയരുടെ അടുത്തേക്ക് പോകരുത്. തെറ്റിയില്ലേ സംഭവം? തെറ്റി. എന്നാൽ ഈശോ ഉത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാരോട് പറയും, നിങ്ങൾ എല്ലാ ജാതികളോടും പോയി സുവിശേഷം പറയണം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത് ഒരുക്കമാണ്, ആദ്യത്തെ സ്റ്റെപ്പാണ്. ഇവിടെ പറയുന്ന പല കാര്യങ്ങളും പിന്നീട് ബാധകമല്ല, ഞാനത് കാണിച്ചു തരാം. പിന്നെ ഈശോ തന്നെ മാറ്റി പറയും. ഒരിടത്ത് പറയും നിങ്ങൾ മടിശീല എടുക്കരുത്, ചെരുപ്പിടരുത്. വേറൊരു സ്ഥലത്ത് പറയും എല്ലാം എടുത്തോളാൻ പറയും, പേഴ്സെല്ലാം എടുത്തോളാൻ പറയും. എന്ന് പറഞ്ഞാൽ ഇത് ആദ്യത്തെ സ്റ്റെപ്പാണ്. ഒരു ശുശ്രൂഷ ജീവിതത്തിന്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് കർശനമായ പരിശീലനമാണ്. അതാണ് ഇവിടെ സ്ട്രിക്റ്റ് ആണ് ഈശോ പറയുന്നത് കേട്ടാൽ നമുക്ക് തോന്നും കണ്ണി ചോരയില്ലെന്ന് വിചാരിക്കും, ഒരു കാരുണ്യം ഇല്ലെന്ന് വിചാരിക്കും. ഇനി ശിഷ്യന്മാരോട് ഈ പാവപ്പെട്ട 12 പേരെ കർത്താവ് ഇട്ട് ശരിക്കും ഞെരുക്കാൻ പോവാണ്, ശരിക്കും കഷ്ടപ്പെടുത്താൻ പോവാണ്. ഇതാണ് ശുശ്രൂഷ ജീവിതം ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യത്തെ പടി എന്ന് പറഞ്ഞാൽ നല്ല ഞെരുക്കുമായിരിക്കും. ചാറൂറ്റും ആദ്യം, എന്നിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് കയറ്റും. അതാണിത്. കർത്താവ് പറയാണ്, നിങ്ങൾ ആദ്യം വിജാതീയരുടെ അടുത്തേക്ക് പോകരുത്, സമറിയാക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കരുത്, പ്രത്യുത ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ട ആടുകളെടുത്ത്, എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ അടുത്ത് മാത്രമേ ഇപ്പൊ പോകാവൂ, വേറെ ആരുടെ അടുത്ത് പോകരുത്. കാരണം ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് കർത്താവ് ഒരു ക്രമം ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യം ഇസ്രായേൽ, അതിനുശേഷം ഇസ്രായേലിന് വെളിയിലുള്ള വിജാതീയരായ ആളുകൾ. അതുകൊണ്ട് ദൈവത്തിന്റെ ക്രമമാണത്. ആ ക്രമം അനുസരിച്ച് ഇപ്പൊ പറയുന്നത്, ഇപ്പൊ നിങ്ങൾ ആദ്യം യഹൂദരുടെ അടുത്ത് മാത്രം പോയാൽ മതി. നമുക്ക് എന്താണ് ഇതിന്റെ വ്യാഖ്യാനം? അതായത് നിങ്ങളിപ്പോ അനേകം പേര് ധ്യാനത്തിന് വരുന്നു, പ്രാർത്ഥനയ്ക്ക് വരുന്നു, ശുശ്രൂഷ ചെയ്യുന്നു, ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്. കർത്താവ് പറയുകയാണ്, നീ വെളിയിൽ ഒരാളോട് ശുശ്രൂഷ ചെയ്ത് അയാളെ മാനസാന്തരപ്പെടുത്തും മുമ്പ് ആദ്യം കൂട്ടത്തിലുള്ളവരെ മാനസാന്തരപ്പെടുത്തുക.
എന്ന് പറഞ്ഞാൽ ആദ്യം സ്വന്തം ചേർന്ന് നിൽക്കുന്നവരെ ബലപ്പെടുത്തുക. ആദ്യത്തേതെന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ നിൽക്കുന്നവരെ മാനസാന്തരപ്പെടുത്തുക, കുടുംബത്തിലുള്ളവരെ മാനസാന്തരപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ, ചേച്ചി അങ്ങ് ഇന്റർനാഷണൽ ഇവാഞ്ചലൈസേഷൻ ഫെസ്റ്റിവലിന് പോകുന്നതിന് മുമ്പ് ഈ ചേട്ടനെ അങ്ങ് മാനസാന്തരപ്പെടുത്തുക. ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. ചേട്ടാ, നിന്റെ ഭാര്യയെ നവീകരിക്കുക, വചനം കൊടുക്കുക. അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും? കൂട്ടത്തിൽ നിൽക്കുന്നവരെ വളർത്തുക. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തേത് വായിച്ചോളുക. പോകുമ്പോൾ, വാക്യം 7, പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ. രണ്ടാമത്തേത് പ്രസംഗ വിഷയം എന്താണ്? സ്വർഗരാജ്യം, ദൈവരാജ്യം. ഇതാണ് പ്രബോധന വിഷയം. നിങ്ങൾ ചെന്നിട്ട് അതും ഇതും പറയുന്നു. നിങ്ങളിൽ ആരെങ്കിലും പ്രബോധകരാവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാനൊരു ഉപദേശം തരാം. അതായത് നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും യേശുക്രിസ്തുവും യേശുക്രിസ്തുവിലൂടെ വന്ന സുവിശേഷമായിരിക്കണം. ബാക്കി കാര്യങ്ങൾ പറഞ്ഞ ആളുകളെ പീഡിപ്പിക്കരുത്. സുവിശേഷമായിരിക്കണം പ്രബോധന വിഷയം. എന്ന് പറഞ്ഞാൽ എന്തു പറഞ്ഞാലും അത് അവസാനം യേശുവിൽ എത്തിക്കണം. അതാണ് ഇവാഞ്ചലൈസേഷൻ. നമ്മളിപ്പോ പഴയ നിയമത്തിലെ ഉൽപ്പത്തിയിൽ ഏദൻ തോട്ടത്തിൽ പഴം തിന്നതാണെങ്കിലും അത് പറഞ്ഞാലും അതിനെ കൊണ്ടുവന്ന് യേശുവിൽ എത്തിക്കണം. അതാണ് സുവിശേഷത്തിന്റെ രീതി. അപ്പസ്തോലന്മാരുടെ രീതി അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ആരെങ്കിലും പ്രബോധകരാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് സുവിശേഷത്തിൽ എത്തിക്കണം, യേശുവിൽ എത്തിക്കണം. ദൈവരാജ്യമാണ് പ്രബോധന വിഷയം. ഇത്ര മതി. അടുത്തത്, രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ. ഞാൻ പറഞ്ഞതുപോലെ പറയണം, ഇംഗ്ലീഷിൽ പറയാം. ഹീൽ ദ സിക്ക്, ഹീൽ ദ സിക്ക്. മലയാളമായി എളുപ്പം. രോഗികളെ സുഖപ്പെടുത്തുവിൻ. ഉറങ്ങുവാണ്. തമിഴിൽ പറയാം, തമിഴ് എനിക്ക് അറിഞ്ഞോ. രോഗികളെ സുഖപ്പെടുത്തുവിൻ. ഇങ്ങനെ പറഞ്ഞ പോലെ മുദ്രാവാക്യം പറയുന്ന പോലെ പറയണം. രോഗികളെ സുഖപ്പെടുത്തുവിൻ. കുറച്ചുകൂടെ വരട്ടെ. രോഗികളെ സുഖപ്പെടുത്തുവിൻ, രോഗികളെ സുഖപ്പെടുത്തുവിൻ. മരിച്ചവരെ ഉയർപ്പിക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിക്കുവിൻ. കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവിൻ, പിശാചുകളെ ബഹിഷ്കരിക്കുവിൻ. ഈ 4 കാര്യങ്ങളാണ് പറഞ്ഞു വിടുന്നത്. അപ്പൊ നല്ലപോലെ കൈയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചേ, എന്നിട്ട് അങ്ങോട്ട് നല്ലപോലെ വിളിക്കണം, മുദ്രാവാക്യം വിളിക്കണം. തന്നേ തീരൂ, തന്നേ തീരൂ, ഞങ്ങൾക്കെല്ലാം. അപ്പോ അങ്ങനെ വിളിക്കണം. ഓക്കെ, ഉറക്കെ വിളിക്കണം. രോഗികളെ സുഖപ്പെടുത്തുവൻ, മരിച്ചവരെ ഉയർപ്പിക്കുവൻ, പിശാചുക്കളെ ബഹിഷ്കരിക്കുവൻ, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവൻ. ചേട്ടന്മാരൊന്നും കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല. ഒന്നുകൂടെ പറയാം, ഉച്ചത്തിൽ പറയണം. അതായത് ഈ 4 കാര്യവും പറയുന്നവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. പറയാതിരിക്കുന്നവർ അങ്ങനെ തന്നെ കെട്ടി കിടന്നു പോട്ടെ. അവർക്ക് പറഞ്ഞേ, രോഗികളെ സുഖപ്പെടുത്തുവൻ, രോഗികളെ സുഖപ്പെടുത്തുവൻ, മരിച്ചവരെ ഉയർപ്പിക്കുവൻ, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവൻ, പിശാചുക്കളെ ബഹിഷ്കരിക്കുവൻ. കഴിയാത്തട്ടെ. ഈ 4 കാര്യങ്ങളാണ് ഡ്യൂട്ടി. എന്തൊക്കെയാണ്? രോഗികളെ സുഖപ്പെടുത്തണം, പിശാചുക്കളെ ബഹിഷ്കരിക്കണം, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കണം, മരിച്ചവരെ ഉയർപ്പിക്കണം. ഇങ്ങനെ 4 കാര്യം. ഇത് 4 ചെയ്തോളാൻ പറഞ്ഞിട്ട് വിടുകയാണ്. രോഗാവസ്ഥയിൽ സൗഖ്യം നൽകണം, അശുദ്ധിയിൽ കിടക്കുന്നവരെ ശുദ്ധരാക്കണം, മരിച്ചു കിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കണം, പിശാചുക്കളെ ആട്ടിപ്പായിക്കണം. ഇങ്ങനെ 4 ദൗത്യങ്ങൾ കൊടുത്ത് വിടുകയാണ്. അടുത്തത് വായിച്ചോടുക. ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി തന്നെ കൊടുക്കുവിൻ. എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ എന്തെങ്കിലും പ്രിവിലേജ് ആണെന്ന് വിചാരിക്കാതെ നമുക്കിത് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. എന്ത് വരം ആർക്ക് കിട്ടിയാലും, ശ്രദ്ധിക്കാമോ, എന്ത് വരം ആർക്ക് കിട്ടിയാലും അത് ദൈവത്തിന്റെ സൗജന്യ ദാനമാണ്. ആര് നേടിയെടുത്തതല്ലത്.
നേടിയെടുക്കാൻ പറ്റില്ല. അത് ദൈവത്തിന്റെ ഫ്രീ ഗിഫ്റ്റാണ്. എല്ലാ ദാനങ്ങളും ദൈവത്തിന്റെ സൗജന്യ ദാനങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് കഴിവുണ്ടെങ്കിലും, ഇപ്പൊ ഉദാഹരണത്തിന് ഒരാൾക്ക് എല്ലാവരോടും നന്നായിട്ട് ഇടപെടാൻ ഒരു കഴിവുണ്ട്, അതൊരു ഗിഫ്റ്റാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവരോടും ഇങ്ങനെ വളരെ സ്നേഹത്തോടെ പെരുമാറാനായിട്ട് ഒരു കൃപ, അല്ലെ സ്നേഹിക്കാൻ ഒരു കൃപ, അത് ഗിഫ്റ്റാണ്. ഇനി ഒരാൾക്കെല്ലാം നന്നായിട്ട് ചെയ്യാൻ ഒരു കൃപ, അത് ഗിഫ്റ്റാണ്. ഒരാൾക്ക് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും അത് കൺസ്ട്രക്ഷനൊക്കെ നടത്താൻ ഒരു കഴിവ്, അതൊരു ഗിഫ്റ്റാണ്. ഒരാൾക്ക് കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്യാൻ ഒരു കഴിവ്, അതൊരു ഗിഫ്റ്റാണ്. ഒരാൾക്ക് ആൾത്താരെ ഒരുക്കാൻ ഒരു കഴിവ്, അതൊരു ഗിഫ്റ്റാണ്. ഒരാൾക്ക് എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യാൻ ഒരു കഴിവ്, അതൊരു ഗിഫ്റ്റാണ്. ചില ആളുകൾക്ക് ചില പ്രത്യേക ദാനങ്ങൾ കർത്താവ് നൽകിയിട്ടുണ്ട്. ഇതെല്ലാം ദാനമായിട്ട് കിട്ടി, ദാനമായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എന്നെ പരിഗണിച്ചാലേ ഞാനത് ചെയ്യൂ, എന്റെ മുമ്പിൽ കൈകൂപ്പി നിന്നാലേ തരൂ, മുട്ടുകുത്തിയാലേ തരൂ. അങ്ങനെ കർത്താവ് പറയാണ്, ഫ്രീ ആയിട്ട് കിട്ടി ഫ്രീ ആയിട്ട് കൊടുക്കണം. ഇത് ഒരു കാര്യം മാത്രമല്ല, ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ഫ്രീ ആയിട്ട് കിട്ടി, അതുകൊണ്ട് ഫ്രീ ആയിട്ട് കൊടുക്കണം. പ്രത്യേകിച്ച് 2019 നമുക്ക് ചെയ്യാവുന്നതിന്റെ അങ്ങേയറ്റം നന്മ ചെയ്യാൻ നമുക്കൊരു തീരുമാനം എടുക്കണം. മാക്സിമം നന്മ ചെയ്യണം, പരമാവധി നന്മ ചെയ്യണം. അങ്ങനെ ഒരു തീരുമാനം ദൈവമക്കൾ എടുക്കണം. എന്ന് പറഞ്ഞാൽ എന്തെല്ലാം രീതിയിൽ നമുക്ക് നമ്മളെ അവൈലബിൾ ആക്കാൻ പറ്റുമോ, സഹായിക്കാൻ പറ്റുമോ, അതെല്ലാം ചെയ്യാൻ ഒരു തീരുമാനം എടുക്കണം. ദാനമായി നമുക്ക് കിട്ടി, ദാനമായി കൊടുക്കണം. അടുത്തത് 9ാമത്തെ വാക്യം വായിച്ചേ. നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വെക്കരുത്. ബാക്കി വായിക്കാം. യാത്രയ്ക്ക് സഞ്ചിയോ 2 ഉടുപ്പുകളോ ചെരുപ്പോ വടിയോ കൊണ്ടുപോകരുത്. വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ്. ഞങ്ങൾ ഒരു ദിവസം രാവിലെ ഞങ്ങളൊരു 5-6 പേര്, അന്ന് ഹർത്താലാണ്, ഈ ഇടയ്ക്കൊന്നുമല്ല, കുറെ കാലമായി ഹർത്താലാണ്. അപ്പൊ ആ ഹർത്താലിന് ഞങ്ങൾ 4-5 പേര് രാവിലെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്, ബലിയർപ്പിച്ചു, പ്രാർത്ഥിച്ചു. അന്ന് കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ തന്ന വചനം ഇതായിരുന്നു. എന്താണ്? നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വെക്കരുത്. യാത്രയ്ക്ക് സഞ്ചിയോ 2 ഉടുപ്പുകളോ ചെരുപ്പോ വടിയോ കൊണ്ടുപോകരുത്. അപ്പൊ അന്ന് എന്ത് ചെയ്യുന്നറിയാമോ? ഞങ്ങള് അന്ന് എല്ലാരും ചെരുപ്പങ്ങൂരി മാറ്റി. അന്നത്തെ ദിവസമാണ്. അന്ന് ഒരു സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കാന്നൊക്കെ ആളുകളോട് പറഞ്ഞിരുന്ന ദിവസമാണ്. ഇങ്ങനെ സിറ്റിയിലെ കുറച്ച് സ്ഥലങ്ങളിൽ പോകാന്നൊക്കെ പ്രാർത്ഥിക്കാൻ വിചാരിച്ചിരുന്നതാണ്. ചെരുപ്പെല്ലാം ഊരി, പേഴ്സ് എല്ലാം മാറ്റി. ആരുടെ കയ്യിൽ 5 പൈസയില്ല. വൈകിട്ട് തിരിച്ചു വരത്തുള്ളൂ. വണ്ടി എടുക്കാൻ ഹർത്താലാണെങ്കിലും സമാധാനപരമായ ഹർത്താലാണ്. വണ്ടി എടുക്കുന്നില്ലെന്ന് വെച്ചു, നടക്കാൻ തീരുമാനിച്ചു. നടക്കുകയാണ്. ഒരാവേശത്തിന് ഇറങ്ങിയത്. വെയിലുകൊണ്ട് നടന്ന് ഊപ്പാട് വന്നു. വെള്ളം കുടിക്കാൻ ദാഹിച്ചിട്ട്, കടയൊന്നും ഇല്ലല്ലോ, കടയുണ്ടെങ്കിലും കാശുമില്ല, പേഴ്സില്ല, ആരുടെയിലും ഇല്ല. ദാഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദാഹം. അപ്പൊ പൈപ്പിൽ നിന്ന് വെള്ളം കുടിച്ചു. റോഡ് സൈഡിലെ പൈപ്പിൽ നിന്ന് വെള്ളം കുടിച്ചു. എല്ലാ പൈപ്പിലൊന്നും വെള്ളമില്ല, ഹർത്താലായോണ്ട് വെള്ളത്തിന് ഹർത്താലാണ്, എല്ലാത്തിനും വെള്ളമൊന്നുമില്ല. പൈപ്പിൽ നിന്ന് വെള്ളം കുടിച്ചു. ദാഹം, ഭയങ്കര ദാഹം. നടന്ന് കാലെല്ലാം പൊട്ടുക. ഇപ്പൊ ഞാൻ ആലോചിച്ച, ദൈവമേ, ആലോചിച്ച ഓരോ കാര്യങ്ങൾ തീരുമാനം എടുക്കാവും. ഭയങ്കര പാട്. ഞങ്ങൾ 5 പേരുണ്ട്. ഞങ്ങളിങ്ങനെ നടക്കുമ്പോ ഒരു വീട്ടില്, എല്ലാ വീട്ടിലും ഗേറ്റെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. ഒരു വീട്ടിൽ ഗേറ്റ് അടച്ചിരിക്കുന്നു. ഒരു അമ്മച്ചി ആ കസേരയിൽ ഇരിപ്പുണ്ട് മുൻവശത്ത്. അപ്പൊ ക്രിസ്ത്യാനികളുടെ വീടാന്ന് തോന്നുന്നു കണ്ടിട്ട്, അമ്മച്ചിയുടെ വേഷമൊക്കെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, കൂടെ ഉള്ളവരോട് പറഞ്ഞു, ആ അമ്മച്ചിയോട് ചോദിച്ചിട്ട് വെള്ളം തരുമെന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ വെള്ളം തരുമെന്ന് ചോദിക്കാൻ ഗേറ്റിനടുത്ത് ചെന്നപ്പോഴേ അമ്മച്ചി കള്ളമാൻ ഇങ്ങനെ വെള്ളം ചോദിക്കാൻ പോയവന്മാർ അതേ സ്പീഡിൽ തിരിച്ചു വരികയാണ്. അമ്മച്ചി വിചാരിച്ച് ഹർത്താലായിട്ട് ഏതാണ്ട് കള്ളന്മാരെ കണ്ട് കയറി വന്നാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. പിന്നെ അവിടുന്ന് ഞങ്ങള് അടിയിട്ടാതെ രക്ഷപ്പെട്ട്. എന്ന് പറഞ്ഞാല് ഇത് ഭയങ്കര പാടാണ്. ശിഷ്യന്മാരെ അത്രയ്ക്ക് ഇത് ഞങ്ങൾ ഒരു ദിവസത്തേക്ക് ട്രൈ ചെയ്തിട്ട് അതോടെ പൂട്ടി, ഇനി മേല ഇല്ലെന്ന് വിചാരിച്ചു. പിന്നെ അവസാനം ഇങ്ങനെ പോയപ്പോഴാണ് അപ്പൊ പറഞ്ഞു, വെള്ളം കിട്ടാൻ വല്ല വഴിയുണ്ട്. വണ്ടി ആയിരുന്ന വെള്ളമൊക്കെ എടുത്ത് നിന്ന് പിന്നെ പറഞ്ഞു, ആ വീട് എനിക്ക് പരിചയമുള്ള വീടാണ്, ഒരു ഹൈന്ദവ സഹോദരന്റെ വീടാണ്. ആ വീട്ടിൽ നിന്ന് പിന്നെ അവസാനം അയാൾ വെള്ളം കൊണ്ടു തന്നു. അങ്ങനെ വെള്ളം കുടിച്ച് മരിക്കാതെ ഇരുന്നു. ഇങ്ങനെ ചെയ്തതാണ് ഈ പറഞ്ഞ പോലെ. എന്റെ അമ്മോ, ഇത് ഒരു ദിവസത്തേക്കായിട്ട് നമുക്ക് പറ്റുന്നില്ല.
അപ്പസ്തോലന്മാരെ കർത്താവ് അങ്ങനെ ആ ഞെരുക്കത്തിലൂടെയാണ് വിട്ടത്. സ്വർണമോ ഇതെല്ലാം നാണയങ്ങളാണ്, വെള്ളിയോ ചെമ്പോ എല്ലാം നാണയങ്ങളെ കുറിക്കുന്ന വാക്കുകളാണ്. യാത്രയ്ക്ക് സഞ്ചി എടുക്കരുത് എന്ന് പറഞ്ഞാൽ, ബാഗ് എടുക്കരുതെന്ന് പറഞ്ഞാൽ ഒന്നും കൊണ്ടുപോരുതെന്നാണ്. സഞ്ചി എടുക്കരുത്, രണ്ടുടുപ്പ് എടുക്കരുത്. രണ്ടുടുപ്പിന്റെ പശ്ചാത്തലം എന്തെന്നറിയാം? സാബത്ത് ദിവസം. അപ്പൊ അതായത് ഞാനിപ്പോ ബുധനാഴ്ച യാത്ര തിരിച്ചു എന്ന് വിചാരിച്ചു. വ്യാഴം, വെള്ളി, ശനിയാഴ്ചയാണല്ലോ സാബത്ത്. ശനിയാഴ്ച സാബത്തിന് ഞാൻ തലേന്നിട്ട് ഉടുപ്പ് ഇടാൻ പാടില്ല, വേറെ ഉടുപ്പിടണം. അതിനായി ഈ രണ്ടുടുപ്പ് എപ്പോഴും ഇവർ കൊണ്ട് നടക്കുമായിരുന്നു. കാരണം അടുത്ത ദിവസം സാബത്താണെങ്കിൽ വേറെ ഉടുപ്പായിടുന്നത്. അപ്പൊ പറയാണ് രണ്ടുടുപ്പ് വേണ്ട, ഒറ്റ ഉടുപ്പ് മതി. ചെരുപ്പോ വടിയോ കൊണ്ടുപോരും. വടി മലമ്പ്രദേശങ്ങളിലൊക്കെ നടക്കുന്ന ആളുകൾക്ക് ഊന്നി നടക്കാൻ മാത്രമല്ല, ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ, വന്യമൃഗങ്ങളെ ഓടിക്കാൻ എല്ലാം സപ്പോർട്ടാണിത്. വടിയൊന്നും എടുക്കരുത് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കാമോ, കംപ്ലീറ്റ് ആയിട്ട് കർത്താവ് ഇവരെ അങ്ങോട്ട് ഞെരുക്കി വലിച്ചെറിഞ്ഞു കൊടുക്കാം. നമ്മൾ ഇന്ന് അപ്പസ്തോലന്മാര് പത്രോസ്, പൗലോസ്, അന്ത്രയോസ്, തോമാസ്ലീഗ, യൂദാ തദേവൂസ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഗമ കൊള്ളുന്നുണ്ട്. എന്തുമാത്രം കർത്താവിട്ട് ഞെരുക്കിയിട്ടുണ്ടെന്നറിയാമോ നിങ്ങളെ? ഞെരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ദൈവ ശുശ്രൂഷയ്ക്ക് ആരെങ്കിലും ഒരുമ്പെടുന്നുണ്ടെങ്കിൽ ഞെരുക്കപ്പെടാൻ തയ്യാറായിരിക്കണം. ആദ്യത്തെ സ്റ്റേജ് ഇതാണ്, നല്ല പോലെ ഇട്ട് പീഡിപ്പിക്കും. അന്നേരമാണ് നമ്മുടെ ഉള്ളിലുള്ള ശരിക്കുള്ള സാധനങ്ങൾ വെളി വരാൻ പോകുന്നത്. അങ്ങനെ ഇട്ട് നാരങ്ങ പിഴിയുമ്പോഴാണ് നാരങ്ങ ജ്യൂസ്. അകത്തുള്ളത് എന്താന്ന് അന്നേരം പുറത്തു വരും. അന്നേരം നമുക്ക് നമ്മളെ കണ്ടെത്താൻ കർത്താവ് സഹായിക്കുകയാണ്. അന്നേരമാണ് നമുക്ക് കോപം, വൈരാഗ്യം, പിണക്കം എല്ലാം വരും. അതിൽ നിന്നെല്ലാം കർത്താവ് ശുദ്ധീകരിച്ച് എടുത്ത് അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകും. അതാണ് ദൈവത്തിന്റെ വഴി. ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അങ്ങനെ കർത്താവ് പറയാണ്, നിങ്ങൾ ഇപ്പൊ ഇതൊന്നും എടുക്കരുത്. ലൂക്ക 22 എടുത്തേ. ലൂക്ക 22, 35, 37 ഈശോ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ പണ്ട് വിട്ടപ്പോ. ലൂക്ക 22, 35, 37. ലൂക്ക 22, 35. അനന്തരം അവൻ അവരോട് ചോദിച്ചു, ഞാൻ നിങ്ങളെ മടിശീലയോ ഭാണ്ഡമോ ചെരുപ്പോ ഇല്ലാതെ അയച്ചപ്പോൾ നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറവുണ്ടായോ? അവർ പറഞ്ഞു, ഒന്നിനും കുറവുണ്ടായില്ല. അവൻ പറഞ്ഞു, എന്നാൽ ഇപ്പോൾ മടിശീല ഉള്ളവൻ അതെടുക്കട്ടെ, അതുപോലെ ഭാണ്ഡവും വാളില്ലാത്തവൻ സ്വന്തം കുപ്പായം വിറ്റ് വാൾ വാങ്ങട്ടെ. ഇതിന്റെ അർത്ഥമൊക്കെ ഞാൻ പിന്നെ ലൂക്ക പഠിപ്പിക്കുമ്പോൾ പറഞ്ഞുതരാം. ഇപ്പോ ഈ കർത്താവ് പറയുകയാണ്, അതായത് പണ്ട് ഞാൻ നിങ്ങളെ പേഴ്സ് ഇല്ലാതെ വിട്ടപ്പോ, ചായ കുടിക്കാൻ കാശില്ലാതെ നിങ്ങൾ വലഞ്ഞോ? ഇല്ല. പണ്ട് നിങ്ങൾ ഭാണ്ഡം എടുക്കാതെ പോയപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടായോ? ഇല്ല. അതായത് ഞെരുക്കത്തിന്റെ കാലത്തിലൂടെ ദൈവം വിടും. അത് നമ്മൾ ചില കാര്യങ്ങൾ പഠിച്ചെടുത്ത് വളരാൻ വേണ്ടിയിട്ടാണ്. കുറവൊന്നും വരാതെ ദൈവം കാത്തോളും. ഉറക്കെ പറയാം ഹല്ലേലൂയാ. അടുത്തത് വായിച്ചോ. നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ പ്രവേശിക്കുമ്പോൾ അവിടെ യോഗ്യതയുള്ളവൻ ആരെന്ന് അന്വേഷിക്കുകയും അവിടം വിടുന്നത് വരെ അവനോടുകൂടെ താമസിക്കുകയും ചെയ്യും. ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോവാണ്. അതായത് ചില ആളുകൾക്ക് ഇപ്പോൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ വരെ പേടിയാണ്. എന്താ കാര്യം എന്നറിയാം? ബന്ധനം അടിക്കുമെന്നാണ് പേടി. ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ വരെ പേടിയാണ്. കാരണം എന്താ, വല്ല ബന്ധനം ഇങ്ങോട്ട് വന്നാലോ എന്ന്. അച്ഛന്മാരെടുത്തൊന്നും എല്ലാ അച്ഛന്മാരെടുത്ത് പോയി പ്രാർത്ഥിക്കത്തില്ല. കാരണം വല്ല ബന്ധനം ഇങ്ങോട്ട് വരുമെന്ന് പേടിയാണ്. ഇതൊക്കെ മാനസിക രോഗമാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതിന് നല്ല ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ട്. അതായത് ശ്രദ്ധിച്ചിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചില പ്രബോധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ പൊങ്ങി വരുന്നുണ്ട്. കൈ പോലും കൊടുക്കത്തില്ല, കൈ കൂപ്പത്തില്ല. പ്രൈസ് ദി ലോർഡ്. കൈ കൊടുക്കാൻ ചെന്നാൽ കൈ തരത്തില്ല. കാരണം ബന്ധനം അടിക്കുമെന്ന് പേടിയാണ്. അതായത് കർത്താവ് ഇവിടെ പറയുകയാണ്, നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാ വീട്ടിലും താമസിക്കരുത്. ഇത്തരം ചിന്തകൾ വരുന്നത് ഇവിടുന്നാണ്. അത് ഞാൻ പറഞ്ഞു തരാം. അതായത് എല്ലാ വീട്ടിലും താമസിക്കരുത്. അതായത് കൊള്ളാവുന്നവരുടെ വീട്ടിലേ താമസിക്കാവൂ. ആദ്യത്തെ സ്റ്റേജിലാണിത്. പരിശുദ്ധാത്മ അഭിഷേകത്തിന് മുമ്പാണിത്. ശ്രദ്ധിച്ചോണം. പരിശുദ്ധാത്മ അഭിഷേകത്തിന് മുമ്പാണിത്. പെന്തക്കോസ്തിക്ക് മുമ്പാണിത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, എല്ലാവരുടെ അടുത്തൊന്നും കൂട്ടുകെട്ട് വേണ്ട, എല്ലാ സമ്പർക്കമൊന്നും വേണ്ട.
എന്താണ്? ഇപ്പൊ നിങ്ങൾ യോഗ്യരായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ആ കൃപ തികഞ്ഞിട്ടില്ല, അഭിഷേകം വന്നിട്ടില്ല. അതുകൊണ്ട് അഭിഷേകം കിട്ടുന്നവരെ ട്രെയിനിങ്ങിന്റെ സമയത്ത് സൂക്ഷിച്ചോണം, എല്ലാ വീട്ടിലും ഒന്നും കയറണ്ട. മനസ്സിലായോ? എനിക്കൊരു കാര്യം പറയാനുള്ളത്, പരിശുദ്ധാത്മാവുള്ളവന് ഏത് ചെകുത്താന്റെ വീട്ടിലും കയറാം, ഒരു ബന്ധനം അടിക്കത്തില്ല. ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മനസ്സിലായോ? അടിമത്തത്തിൽ കിടക്കരുത്. പെന്തക്കോസ്ത അഭിഷേകം കിട്ടിയവന്, പരിശുദ്ധാത്മാവുള്ളിൽ നിറഞ്ഞവന് ഏത് സാത്താന്റെ മാളത്തിലും കയറാം. ഈ നമ്മളെ കെട്ടിയിടുന്ന ആളുകൾ കൈ കൊടുക്കരുത്, നിങ്ങൾ എല്ലായിടത്തും ഒന്നും ഭക്ഷണം കഴിക്കരുത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അബദ്ധമാണ്. ശ്രദ്ധിച്ചോണം, നമ്മുടെ അവസ്ഥ നോക്കിക്കോണം. നിങ്ങൾ ട്രെയിനിങ്ങിലാണെങ്കിൽ ഗുഡ്, അതൊക്കെ ചെയ്തോണം. വിശ്വാസം ശക്തിപ്പെട്ടിട്ടില്ല, ട്രെയിനിങ്ങിലാണ് എന്ന് പറഞ്ഞാൽ ആടിക്ക് നിൽക്കുന്ന അവസ്ഥയാണ്. നല്ലതാണ്, ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എല്ലാ വീട്ടിലൊന്നും കയറണ്ട, എല്ലായിടത്തും ഒന്നും കഴിക്കണ്ട, ബന്ധനം അടിക്കും. എടാ, വചനം കേട്ട് കൃപയിൽ ജ്വലിച്ച് ആത്മാവിന്റെ അഭിഷേകത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരുത്തിന് ബന്ധനം അടിക്കുമെന്ന് പറഞ്ഞാൽ അവനെ നല്ല അടി കൊടുക്കേണ്ട സമയമായെന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അവനിൽ പ്രവർത്തിക്കുന്ന ദൈവശക്തിയിൽ വിശ്വാസമില്ലെന്നാണ് അതിന്റെ അർത്ഥം. ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്നാൽ നമ്മൾ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് കർത്താവ് നമുക്ക് ചില ഭാരങ്ങൾ തരും. അത് വേറെ. അതെന്തിനാണ്? അത് ആ സമൂഹത്തെ മനസ്സിലാക്കാൻ, അവരുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ, നമ്മൾ അഡ്രസ് ചെയ്യുന്ന മേഖലകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ, നമ്മൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അയാളുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ ചില ഭാരങ്ങൾ കർത്താവ് നമുക്ക് തരും. അത് വേറെ. അത് ബന്ധനൊന്നുമല്ല, അത് മെസ്സേജാണ്. ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് ആദ്യത്തെ സ്റ്റേജിൽ കർത്താവ് പറയുകയാണ്, ഇനി ലൂക്കായൊക്കെ പറയുന്നുണ്ട്, പോകുന്ന വഴിക്ക് ആരെയും അഭിവാദനം പോലും ചെയ്യരുതെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വല്ലവരും മിണ്ടിയാൽ പോലും അവനെ മൈൻഡ് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഇത് ട്രെയിനിങ് പീരീഡാണ്. ട്രെയിനിങ് പീരീഡിൽ ഈ കോണ്ടെക്സ്റ്റിൽ ഇത് മനസ്സിലാക്കാവും. അല്ലാതെ ഇത് എടുത്തു വെച്ച് നാളെ പ്രസംഗിക്കരുത്. കർത്താവ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, എല്ലാ വീട്ടിലും കയറരുത്, ഏത് വീട്ടിലും താമസിക്കും. എന്തെന്നറിയാമോ? നമ്മൾ മനസ്സിലാക്കി, ഞാനും ആദ്യകാലങ്ങളിൽ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. അതായത് എല്ലാ വീട്ടിലും ഒന്നും കയറരുത്, ബന്ധനടിക്കും, ഏത് വീട്ടിലും കയറാം. എന്തിനെന്നറിയാമോ? ആ വീട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി നീ ഏത് വീട്ടിലും കയറണം, ഏത് മാളത്തിലും പോയി കിടക്കാം, ഏത് റോഡ് സൈഡിലും കിടക്കാം, ഏത് ബന്ധനമുള്ളവന്റെ അടുത്തും കിടക്കാം. ഒറ്റ കണ്ടീഷൻ, ആത്മാവ് നിറഞ്ഞു എന്ന് ഉറപ്പുവരുത്തിക്കണം. പരിശുദ്ധാത്മ വിശ്വാസം ശക്തമായിരിക്കണം, പരിശുദ്ധാത്മാവ് ഉണ്ടാവണം. നമ്മൾ ഒരിക്കലും ഈ ആളുകളെ ഇങ്ങനെ ഭയത്തി കെട്ടിയിടുകയാണ്. അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് നോക്കരുത്, അവിടെ പോവരുത്, ഈ വീട്ടിൽ നിന്നൊന്നും കഴിക്കരുത്, ആ വീട്ടിൽ നിന്നൊന്നും. നമ്മൾ വന്ന് ഭയത്തിന്റെ അടിമകളായിട്ട് മാറും. ഒന്ന് ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്നാൽ അതേ സമയം തന്നെ മറുവശം നമ്മളുടെ കൂട്ടായ്മ എപ്പോഴും വിശ്വാസത്തിലുള്ളവരുമായി ആയിരിക്കണം. ഇത് ശ്രദ്ധിക്കണം. മറ്റേത് പറയുമ്പോ ചുമ്മാ അളിഞ്ഞങ്ങ് നടക്കരുത്. അതായത് നമ്മുടെ കൂട്ടായ്മ എപ്പോഴും വിശ്വാസം വളർത്തുന്ന കൂട്ടായ്മ ആയിരിക്കണം. ഫെലോഷിപ്പ് എപ്പോഴും, ഫ്രണ്ട്ഷിപ്പ് ആരുമായിട്ടും ആവാം, ഫെലോഷിപ്പ് എപ്പോഴും വിശ്വാസ കൂട്ടായ്മ. അതാണ് സഭ. ഈ സഭാമക്കളുമായിട്ടായിരിക്കണം കൂട്ടായ്മ. നമ്മൾ സഞ്ചരിക്കുന്നത്, നമ്മൾ എപ്പോഴും ഇടപഴകുന്നത്, നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കുന്ന എല്ലാം ഈ വിശ്വാസമുള്ളവരുമായിട്ടായിരിക്കണം. അപ്പൊ നമ്മുടെ വിശ്വാസം വളരും. സമ്പർക്കത്തിലൂടെ വിശ്വാസം വളരും. അത് നല്ല വിശ്വാസമുള്ളവരുടെ കൂടെ, നല്ല പ്രാർത്ഥനയുള്ളവരുടെ കൂടെ സമ്പർക്കം ഉണ്ടാക്കിയാൽ നമ്മൾ കേറി വരും. മനസ്സിലായോ? അത് ശ്രദ്ധിക്കണം. കൂട്ടായ്മ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യണം. അതിന്റെ മറുവശം കൂടെ പറയണം. അടുത്തത്, നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ പ്രവേശിക്കുമ്പോൾ അവിടെ യോഗ്യതയുള്ളവൻ ആരെന്ന് അന്വേഷിക്കുകയും അവിടം വിടുന്നത് വരെ അവനോടുകൂടെ താമസിക്കുകയും ചെയ്യുവിൻ. നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം. ഏത് വീട്ടിൽ കയറിയാലും അവിടെ സമാധാനം ആശംസിക്കണം. ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ, അർഹതയില്ലാത്തതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരും. നമ്മളുമായി ബന്ധപ്പെട്ട വിഷയമല്ലത്. അതായത് അവൻ അർഹതയുണ്ടെങ്കിൽ ആ സമാധാനം കിട്ടും. അതെപ്പോഴും അങ്ങനെയാണ്. ഒരു ആശീർവാദം കൊടുക്കുമ്പോൾ വിശ്വാസം ഉണ്ടെങ്കിൽ നിനക്കത് കിട്ടും, നിനക്കത് സ്വീകരിക്കാൻ തക്ക വിശ്വാസം ഉണ്ടെങ്കിൽ കിട്ടും. ഇല്ലെങ്കിൽ അത് അതുപോലെ തന്നെ തിരിച്ച് നമ്മളിലേക്ക് വരും. അത് ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എവിടെ ചെന്നാലും അവിടെ നമ്മൾ എന്താണ് നിക്ഷേപിക്കേണ്ടത്? സമാധാനമാണ്. ഇത് ആളുകൾ ശ്രദ്ധിക്കണം. ചില ആളുകൾ എവിടെ ചെന്നാലും അവിടെ ചെന്ന് വഴക്കുണ്ടാക്കും. അവർ വഴക്കും കൊണ്ടാണ് പോകുന്നത്. ഇങ്ങനെ ക്യാരി ചെയ്യുന്ന വഴക്ക്, 5 കിലോ വഴക്കും കൊണ്ടാണ് രാവിലെ ഇറങ്ങുന്നത്. എവിടെ ചെന്നാലും വഴക്ക്. കഞ്ഞി കുടിക്കാൻ പോയാൽ വഴക്ക്,
ധ്യാനത്തിന് വന്ന വഴക്ക്, കസേര കിട്ടാത്തതിന് വഴക്ക്, കസേര ശരിയാവാത്തതിന് വഴക്ക്, മുന്നോട്ട് കയറിയിരിക്കാൻ പറഞ്ഞതിന് വഴക്ക്, കുമ്പസാരിപ്പിക്കാൻ ആളില്ലാത്തതിന് വഴക്ക്, എല്ലാത്തിനും വഴക്ക്. ഈ വഴക്കിന്റെ പിശാചുകളെയും കൊണ്ട് ചിലര് പോകും. ഇവിടെ കർത്താവ് പറയാണ്, നിങ്ങൾ എവിടെ ചെന്നാലും അവിടെ എന്ത് ചെയ്യണം? സമാധാനം ആശംസിക്കും. എവിടെ ചെന്നാലും അവിടെ വഴക്കാണെങ്കിലും നിങ്ങൾ ചെന്ന് കയറുമ്പോൾ തൊട്ട് അവിടെ സമാധാനമായിരിക്കണം. നിങ്ങളെ ആലോചിച്ച് നോക്കുക, നിങ്ങളെ ചേച്ചിമാരെ ആലോചിച്ച്, നിങ്ങളെ കല്യാണം കഴിപ്പിച്ച ഒരു വീട്ടിലോട്ട് വിട്ടു. നിങ്ങൾ ചെന്നതിന് ശേഷം ആ വീട്ടിൽ സമാധാനമാണോ വഴക്കാണോ? വഴക്ക്. അത് ഇവരോട് ചോദിക്കണം. ഇവര് സമാധാനം എന്നാ പറയുന്നത്. അയ്യോ, നമ്മള് എവിടെ കാലുകുത്തിയാലും അവിടെ സമാധാനം. നിങ്ങൾ 14-ാമത്തെ വാക്യം, ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതെയോ നിങ്ങളുടെ വചനം ശ്രവിക്കാതെയോ ഇരുന്നാൽ നിങ്ങളുടെ ഭവനം അഥവാ പട്ടണം വിട്ടുപോരുമ്പോൾ നിങ്ങളുടെ പാദങ്ങളിലെ പൊടി തട്ടിക്കളയും. അതായത് അതിന്റെ പശ്ചാത്തലം ഇതാണ്. യഹൂദന്മാർ ഇപ്പൊ സമറിയായിക്കൂടെ യാത്ര ചെയ്തു. അത് വിജാതീയരുടെ ദേശമാണ്. സമറിയായിലൂടെ യാത്ര ചെയ്തിട്ട് അവർ സമറിയ പട്ടണത്തിൽ നിന്ന് യഹൂദന്മാരുടെ ടെറിട്ടറിയിലോട്ട്, യഹൂദന്മാരുടെ പ്രദേശത്തേക്ക് കടക്കുമ്പോൾ ഈ വിജാതീയ ദേശത്തു നിന്ന് യഹൂദന്മാരുടെ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ യഹൂദന്മാര് ചെരുപ്പൂരിയിട്ട് അതിൽ പൊടി തട്ടിക്കളയും. വിജാതീയരുടെ പൊടി പോലും ഈ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലത്ത് വീഴണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനൊരു പാരമ്പര്യമാണ്, അങ്ങനൊരു പതിവർക്കുണ്ടായിരുന്നു. ഒരു ചെരുപ്പിലെ പൊടി ഇങ്ങനെ തട്ടിക്കളയും. ഇത് കണ്ടിട്ടാണ് ഈശോ പറയുന്നത്, വിജാതീയരുടെ പട്ടണത്തിൽ നിന്ന് കിട്ടിയ പൊടിയല്ല തട്ടിക്കളയേണ്ടത്, വചനം സ്വീകരിക്കാത്ത, യേശുവിനെ സ്വീകരിക്കാത്ത വ്യക്തികളുടെ ആ സ്ഥലത്തു നിന്ന് വരുമ്പോൾ ആ പാദങ്ങളിലെ പൊടി തട്ടിക്കളയണം. ഇതൊക്കെ ആദ്യകാലത്ത് പറയുന്ന കാര്യങ്ങളാണ്. 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരും ആയിരിക്കുവിൻ. ഒത്തിരി വ്യാഖ്യാനങ്ങളുണ്ട്. എല്ലാം നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഈ പശ്ചാത്തലം ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങൾ വരുമ്പോൾ പറയാം. ഇപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. സർപ്പങ്ങളെ പോലെ വിവേകികളായിരിക്കണം, പ്രാവിനെ പോലെ നിഷ്കളങ്കരായിരിക്കണം. എന്താണ് സർപ്പത്തെ പോലെ വിവേകി എന്ന് പറഞ്ഞാൽ? അതായത് പാമ്പ് എപ്പോഴും ശ്രദ്ധിക്കുന്നത് തലക്കടി കിട്ടാതിരിക്കാൻ നോക്കും. അതിങ്ങനെ മാറി മാറി നിൽക്കും. തലക്കടി കിട്ടാതിരിക്കാൻ നോക്കും. പുറത്തും വാലിനൊക്കെ അടി കിട്ടിയാലും തലക്കിട്ട് അടി കിട്ടാതിരിക്കാൻ നോക്കും. അതാണ് സർപ്പത്തെ പോലെ വിവേകിയാവണോ എന്ന് പറഞ്ഞാൽ വിശ്വാസം നശിച്ചു പോകാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. ഒന്ന് എഴുന്നേറ്റ് വന്നേ. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങയെ എന്റെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനുമായി ദൈവവും കർത്താവുമായി ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ സ്വീകരിക്കുന്നു, ഞാൻ ആരാധിക്കുന്നു. സാത്താനെയും സാത്താന്റെ എല്ലാ സ്വാധീനങ്ങളെയും ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു. കർത്താവായ യേശുവേ, അവിടുത്തെ മനുഷ്യാവതാരത്തിലും അവിടുത്തെ മാമോദീസായിലും അവിടുത്തെ പീഡാനുഭവത്തിലും അവിടുത്തെ കുരിശുമരണത്തിലും അങ്ങയുടെ ഉത്ഥാനത്തിലും സ്വർഗാരോഹണത്തിലും പരിശുദ്ധാത്മാഭിഷേകത്തിലും വീണ്ടും വരുമെന്ന വാഗ്ദാനത്തിലും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവായ യേശുവേ, തിരുസഭയിലും ദൈവവചനത്തിലും പരിശുദ്ധ കുർബാനയിലും ഞാൻ വിശ്വസിക്കുന്നു. സഭയ്ക്ക് നൽകപ്പെട്ട അധികാരത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ ഹൃദയത്തിൽ നിന്ന് അവിശ്വാസത്തിന്റെ, സംശയത്തിന്റെ, സന്ദേഹങ്ങളുടെ, അവിശ്വാസത്തിന്റെ എല്ലാ വേരുകളെയും പിഴുതെറിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങയോടുള്ള ആഴമായ വിശ്വാസം ഞങ്ങൾക്ക് ദാനമായി നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, അസാധാരണമായ വിശ്വാസം ഞങ്ങൾക്ക്
ദാനമായി നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായാലും വിശ്വസിക്കാൻ പറ്റുന്ന ആഴമായ അഭിഷേകം തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലമാവുമ്പോഴും വിശ്വസിക്കാനുള്ള വരം തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, തിരുസഭയിലൂടെ അങ്ങ് നൽകുന്ന വരദാനങ്ങളിൽ വിശ്വസിക്കാനുള്ള അഭിഷേകം തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി വിശ്വാസം വർദ്ധിക്കാനായിട്ട് ആഗ്രഹിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് പാടിക്കേ, ശക്തിയോടെ കരങ്ങളടിച്ച്. പ്രാവുകളെ പോലെ നിഷ്കളങ്കരും ആയിരിക്കണം, വിവേകം ഉണ്ടായിരിക്കണം, എന്നാൽ നിഷ്കളങ്കരായിരിക്കണം. മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. വായിച്ചാൽ മതി, നന്നായിട്ട് വായിച്ച ഉച്ചത്തിൽ. മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. തങ്ങളുടെ സിനഗോഗുകളിൽ വെച്ച് അവർ നിങ്ങളെ മർദ്ദിക്കും. അപ്പൊ ഇങ്ങനെ കർത്താവ് ശിഷ്യന്മാരെ അയക്കുമ്പോൾ അവരോട് പറയുകയാണ്, രോഗികൾ സുഖപ്പെടും, പിശാചുകൾ വിട്ടുപോകും, കുഷ്ഠരോഗികൾ ശുദ്ധരാക്കപ്പെടും, മരിച്ചവരെ എഴുന്നേൽപ്പിക്കാൻ പറ്റും എന്നോർത്ത് നിങ്ങൾ ആഹ്ലാദിച്ചും സന്തോഷിച്ചിരിക്കരുത്, പീഡനങ്ങളും വരും. അതാണ് പറയുന്നത്, മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളണം, അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. തങ്ങളുടെ സിനഗോഗുകളിൽ വെച്ച് വായിച്ചോ, അവർ നിങ്ങളെ മർദ്ദിക്കും. നിങ്ങൾ എന്നെ പ്രതി നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും സന്നിധിയിലേക്ക് നയിക്കപ്പെടും. അവിടെ അവരുടെയും വിജാതീയരുടെയും മുമ്പാകെ നിങ്ങളിൽ സാക്ഷ്യം നൽകും. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്തു പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. എന്തെന്നാൽ നിങ്ങളല്ല, നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിന്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. മക്കൾ മാതാപിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും. എന്റെ നാമം മൂലം നിങ്ങൾ സർവ്വരാലും ദ്വേഷിക്കപ്പെടും. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്രാപിക്കും. ഒരു പട്ടണത്തിൽ അവർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ മറ്റൊന്നിലേക്ക് ഓടിപ്പോകുവിൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യപുത്രന്റെ ആഗമനത്തിന് മുമ്പ് നിങ്ങൾ ഇസ്രായേലിലെ പട്ടണങ്ങളെല്ലാം ഇങ്ങനെ ഓടി പൂർത്തിയാക്കുകയില്ല. ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല, ഭൃത്യൻ യജമാനേക്കാൾ വലിയവനല്ല. ശിഷ്യൻ ഗുരുവിനെ പോലെയും ഭൃത്യൻ യജമാനെ പോലെയും ആയാൽ മതി. ഗ്രഹനാഥനെ അവർ ബേൽസെബൂൽ, പിശാചുകളുടെ തലവൻ എന്ന് വിളിച്ചെങ്കിൽ അവന്റെ കുടുംബാംഗങ്ങളെ എന്തു തന്നെ വിളിക്കുക. അപ്പൊ ഈ ഭാഗത്ത് പറയുന്നത് ഇതാണ്, അതായത് യേശുവിനെ പ്രതി പീഡകൾ സഹിക്കേണ്ടി വരും. ഭാരമൊന്നും ആർക്കും വേണ്ട. ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതെന്നറിയാമോ? അതായത് ക്രിസ്തുവിനെ പ്രതി സഹിക്കാനാണ് നിങ്ങളുടെ വിളിയെങ്കിൽ, എന്നെ ശ്രദ്ധിച്ച് കേൾക്കുക, ക്രിസ്തുവിനെ പ്രതി സഹിക്കാനാണ് നിങ്ങളുടെ വിളിയെങ്കിൽ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളുക, സഹിക്കാനുള്ള കൃപ ആദ്യം തന്നിട്ടേ ദൈവം നിങ്ങൾക്ക് സഹനം തരൂ. അത് ഉറപ്പാണ്. അതുകൊണ്ട് ആരുടെ മുഖം വാടണ്ട. സഹിക്കാനാണ് നിങ്ങളുടെ വിളിയെങ്കിൽ, ഒരാളുടെ വിളി സഹിക്കാനാണെന്ന് വെച്ചോ, കർത്താവ് സഹിക്കാനുള്ള കൃപ ആദ്യം നിക്ഷേപിച്ചിട്ടേ സഹനത്തിലേക്ക് വിടൂ. അത് ഉറപ്പാണ്. അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ രാജാക്കന്മാരുടെയും വിജാതീയരുടെയും മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കപ്പെടുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്ത് പറയണമെന്നോ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നൽകപ്പെടും. ഇതാണ്. നിങ്ങൾ രക്തസാക്ഷികളെ ശ്രദ്ധിച്ചാൽ മതി. എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ജിഹാദി ജോണിന്റെ വാൾമുനത്തുമ്പിലേക്ക് ഇങ്ങനെ കഴുത്തറക്കപ്പെടാൻ നിന്ന ആ 20-22 ചെറുപ്പക്കാരുണ്ടല്ലോ. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അവരിൽ ഒരാളുടെ മുഖത്ത് പോലും പരിഭ്രമത്തിന്റെ ലവലേശം കാണാനില്ല. അതാണ് നമ്മളെ. അവരാരും തന്നെ വലിയ ധ്യാനഗുരുക്കന്മാരല്ല, ആണോ? അവരാരും തന്നെ വചനത്തിന്റെ ആഴം കണ്ടുപിടിച്ചവരാണ്. അവർ സാധാരണ മത്സ്യബന്ധന തൊഴിലാളികളാണ്. എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് വിശ്വാസികൾ. പക്ഷേ ക്രിസ്തുവിനെ പ്രതിയും ക്രിസ്തുവിനെ കുറിച്ചുള്ള വിശ്വാസത്തെ പ്രതിയും മരിക്കാൻ ദൈവം അവർക്ക് ഒരു വിളി കൊടുത്തപ്പോൾ ആദ്യം ദൈവം അവരെ നിക്ഷേപിച്ചത് അസാധാരണ ധൈര്യമാണ്. അവരിങ്ങനെ നിൽക്കുകയാണ്, കഴുത്തറക്കം ഇങ്ങനെ നിന്ന് കൊടുക്കുക, ഒരു പേടിയില്ല. അതാണ്. അതുകൊണ്ട് സഹനത്തെ ആരും ഭയപ്പെടരുത്. സഹനം ദൈവം തരുന്നുണ്ടെങ്കിൽ, ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ സഹിക്കാനുള്ള കൃപ നിക്ഷേപിച്ചിട്ടേ ദൈവം സഹനം അയക്കും.